നമ്മള് പ്രൊപ്പോസിഷണൽ കാൽക്കുലസ് എന്താണ് നമ്മൾ പറഞ്ഞത്, അതിൻ്റെ അത് പ്രൊപ്പോസിഷൻ എന്താണ്, സ്റ്റേറ്റ്മെന്റ് എന്താണ്, അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സിമ്പിളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പഠിച്ചു. പിന്നെ സിമ്പിളിനെ നമ്മൾ സാധാരണ സെന്റൻസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് നമ്മൾ പറയുന്നത് പ്രെഡിക്കേറ്റ് കാൽക്കുലസ്. പ്രെഡിക്കേറ്റ് കാൽക്കുലസ്. പ്രെഡിക്കേറ്റ് കാൽക്കുലസ്. പ്രെഡിക്കേറ്റ് ഞാനവിടെ ഡെഫിനിഷൻ എഴുതാം. പ്രെഡിക്കേറ്റ് കാൽക്കുലസ് is a generalization of propositional calculus. Predicate calculus എന്ന് പറഞ്ഞാൽ എന്താ? Predicate calculus is a generalization, അല്ലേ? Generalization of propositional calculus. പ്രൊപ്പോസിഷണൽ കാൽക്കുലസിനകത്ത് വരുന്നത് എങ്ങനെയാണ്, അതെങ്ങനെ കൺവേർട്ട് ചെയ്യുക, സിമ്പിളിലേക്ക് കൺവേർട്ട് ചെയ്യുന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്രൊപ്പോസിഷൻ എന്താണ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഒരു പ്രൊപ്പോസിഷണൽ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പ്രെഡിക്കേറ്റ് കാൽക്കുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പ്രെഡിക്കേറ്റ് കാൽക്കുലസ് ഈസ് എ ജനറലൈസേഷൻ ഓഫ് പ്രൊപ്പോസിഷണൽ കാൽക്കുലസ്. നമ്മൾ പഠിച്ച പ്രൊപ്പോസിഷണൽ കാൽക്കുലസിന് അതിനകത്തുള്ള സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ജനറലൈസ് ചെയ്യുന്നു, അല്ലെ? ജനറലൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സിനൊരു ഇപ്പം നമ്മളിപ്പോ എന്തെങ്കിലും ഒരു പറയുന്ന സമയത്ത് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ജനറലൈസ്ഡ് ആണ്, അല്ലെ? ബിക്കോസ് എക്സിന് ഏത് വാല്യൂ അക്സെപ്റ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ സാധാരണ നമ്മൾ പെർട്ടിക്കുലർ എന്ന് പറയുന്നത് എന്താണ്? 2 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്ക്വയർ ഒരു പെർട്ടിക്കുലർ ആണ്, അല്ലെ? 2 സ്ക്വയറിന്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? 4 തന്നെയായിരിക്കും. അല്ല നമ്മൾ 3 സ്ക്വയർ ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ എപ്പോഴും 9 തന്നെയായിരിക്കും, അല്ലെ? 5 സ്ക്വയർ ആണെങ്കിൽ 25 തന്നെയായിരിക്കും. ബട്ട് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തായി? ജനറലൈസേഷൻ ആയി, അല്ലെ? എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന് ഏത് വാല്യൂ ആക്സെപ്റ്റ് ചെയ്യാം. എക്സിന് 2 കൊടുക്കാം, 5 കൊടുക്കാം, 3 കൊടുക്കാം, ഏത് വാല്യൂ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം, അല്ലെ? അപ്പൊ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഒരു ജനറലൈസ്ഡ് ഫോം ആണ്. ബട്ട് 3 സ്ക്വയർ 2 സ്ക്വയർ എന്നൊക്കെ പറയുന്നത് എന്താ? ജനറലൈസ്ഡ് അല്ല, അല്ലെ? അതൊരു പെർട്ടിക്കുലർ കേസ് ആണ്. 3 സ്ക്വയറിന്റെ വാല്യൂ 9 ആണെന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും അത് സെയിം തന്നെയാണ്, അല്ലെ? ബട്ട് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന് ഞാൻ 2 കൊടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്ന വാല്യൂ 4 ആയിരിക്കും. നിങ്ങൾ 3 കൊടുക്കുന്നുണ്ടെങ്കിൽ എക്സിന് 3 കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 9 ആയിരിക്കും, അല്ലെ? അപ്പൊ ജനറലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് മനസ്സിലായി വിചാരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിനകത്ത് വരുന്ന സമയത്ത് വേഗം മനസ്സിലാവും. അങ്ങനെ ബുദ്ധിമുട്ടുള്ള ഒരു പോർഷൻ ഒന്നും അല്ല ഇത് വരുന്നത്. It contains all the components of propositional calculus including propositional variables and constants, അല്ലെ? വേരിയബിളും കോൺസ്റ്റന്റും നമുക്കറിയാം, അല്ലെ? ഇപ്പം ഇതല്ലേ നമ്മള് പ്രൊപ്പോസിഷണൽ കാൽക്കുലസും പ്രെഡിക്കേറ്റ് കാൽക്കുലസും അല്ല, ഞാൻ ജനറൽ ആയിട്ട് വാട്ട് ഈസ് എ വേരിയബിൾ, വാട്ട് ഈസ് എ കോൺസ്റ്റന്റ്, അല്ലെ? നമ്മളിപ്പം എക്സ് സ്ക്വയർ പ്ലസ് 2 എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എക്സ് എന്ന് പറയുന്നത് എന്താ? വേരിയബിൾ ആണല്ലേ? വൈ എക്സിന് നമ്മൾ ഓരോരോ ടൈമിലും നമ്മൾ സ്വീകരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ദാറ്റ് ഈസ് വൈ എക്സ് ഇസ് എ വേരിയബിൾ. ബട്ട് 2 എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ്, അല്ലേ? നമ്മളിപ്പം എക്സിന് ഇപ്പം 2 എന്ന് കൊടുക്കുന്നത്, അത് കഴിയുന്ന സമയത്ത് എന്താവും? 2 സ്ക്വയർ പ്ലസ് 2 വരും, അല്ലെ? എക്സിന് ഇപ്പം 3 കൊടുക്കുന്നുണ്ടെങ്കിലോ 3 സ്ക്വയർ പ്ലസ് 2 വരും, അല്ലെ? ദാറ്റ് മീൻസ് ഇതെന്താണ്? 2 എന്ന് പറയുന്നത് ഇവിടെ കോൺസ്റ്റന്റ് ആണ്, അല്ലെ? അത് നമ്മൾ എക്സിന് എന്ത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വാല്യൂ 2 എന്ന് പറയുന്നതിന് വാല്യൂ ചേഞ്ച് ആവുന്നില്ല. എക്സിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോ ടൈമിലും നമ്മൾ ഡിഫറെന്റ് വാല്യൂസ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫറെന്റ് ടൈപ്പിൽ ഡിഫറെന്റ് വാല്യൂസ് ആക്സെപ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേരിയബിൾ എന്ന് പറയുന്നത്, അല്ലെ? കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് എ ഫിക്സഡ് വാല്യൂ, അല്ലെ? അതിന് ഒരു ഫിക്സഡ് വാല്യൂ ആണ്, നമുക്ക് അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടി പറ്റുന്നതല്ലേ. വേരിയബിൾ ഇവിടെ എക്സ് ആ വരും, 2 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വരും, അല്ലെ? അപ്പൊ നമ്മള്
predicate calculus എന്താ പറഞ്ഞേ? Predicate calculus contain all the component of propositional calculus including propositional variable and constant. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പ്രൊപ്പോസിഷണൽ വേരിയബിളും കോൺസ്റ്റന്റും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് എന്നുള്ളത് എക്സാമ്പിൾ വരുന്ന സമയത്ത് മനസ്സിലാവും. നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെ. X1 എന്ന് പറയുന്നത് നമ്മളൊരു എക്സാമ്പിൾ പറയുന്നു. Ram is MCA. വേറൊരു സ്റ്റേറ്റ്മെന്റ് Shyam is MCA. അങ്ങനെയാണെങ്കിൽ നമ്മൾ എസ് ഓഫ് എക്സ്, എക്സിന് ഏത് വാല്യൂ നമുക്ക് സ്വീകരിക്കാം അല്ലെ? എക്സ് എന്ന് പറയുന്നത് ഇവിടെ വാരിയബിൾ ആണ്. അപ്പൊ ഏത് വാല്യൂ എക്സിന് ആക്സെപ്റ്റബിൾ ആണ്. എക്സ് ഈസ് MCA അല്ലെ? ഞാൻ എക്സിന് ഇവിടെ രാമാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ രാം ഈസ് MCA. എക്സിന് ഞാൻ ഇവിടെ ശ്യാമ കൊടുക്കുന്നെങ്കിൽ ശ്യാം ഈസ് MCA. എക്സിന് ഇവിടെ ഞാൻ അരുണ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്താ? അരുൺ ഈസ് MCA അല്ലെ? എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ വേരിയബിൾ ആണ്. ബിക്കോസ് എക്സിന് ഡിഫറെന്റ് വാല്യൂസ് ഡിഫറെന്റ് ടൈമിൽ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലേ? അപ്പൊ എക്സിനാണ് നമ്മളിവിടെ വാല്യൂ കൊടുക്കുന്നത്. അതായത് എസ് ഓഫ് എക്സിന്റെ നമ്മൾ കൊടുക്കുന്നത് എക്സിന് ഏത് വാല്യൂ കൊടുക്കുന്നു അതിനനുസരിച്ചിട്ടാണ് ഇവിടെ സ്റ്റേറ്റ്മെന്റ് മാറുന്നത് അല്ലെ? എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് രാമാണെങ്കിൽ രാം ഈസ് MCA, എക്സ് ശ്യാമാണെങ്കിൽ ശ്യാം ഈസ് MCA, അല്ലെ എക്സ് അരുൺ ആണെങ്കിൽ അരുൺ ഈസ് MCA അല്ലെ? അല്ലെങ്കിൽ അനു ആണെങ്കിൽ എക്സ് അനു ആണെങ്കിൽ എന്താ? അനു ഈസ് MCA അല്ലെ? വലിയ മീനിങ് ഫുൾ സെന്റൻസ് ഒന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ ഇങ്ങനെയാണ് വരുവാനാണ് പറഞ്ഞത്. ഓക്കെ, എസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് MCA. വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ഈസ് സ്പോർട്സ്മാൻ. എസ് ഓഫ് ജെ എന്ന് പറയുന്നത് വേറൊരു സ്റ്റേറ്റ്മെന്റ് ജോൺ ഈസ് സ്പോർട്സ്മാൻ. അല്ലെ? ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. പ്രെഡിക്കേറ്റ് കാൽക്കുലസ് നമുക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു പറഞ്ഞതാണ്. ഒരു എക്സാമ്പിൾ നമ്മൾ എസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഇവിടെ ഉണ്ടല്ലേ, വേരിയബിൾ ആണ്. എക്സ് ഈസ് സ്പോർട്സ്മാൻ. എക്സിന് ഞാനിപ്പം എന്താണ് അരുണ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്താ? എസ് ഓഫ് അരുൺ ഈസ് സ്പോർട്സ്മാൻ അല്ലെ? എക്സിന് ഞാൻ എന്താണ് വാല്യൂ കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ട്. എസ് ഓഫ് ജെ എന്ന് പറയുന്നത് എന്താണ്? ജോൺ ഈസ് സ്പോർട്സ്മാൻ. ബിക്കോസ് ഞാൻ ഇവിടെ ഞാൻ ജെ എന്ന് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ജോൺ ഈസ് സ്പോർട്സ്മാൻ. അല്ല ഞാൻ എസ് ഓഫ് കെ ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും പേരല്ലേ? കേരളില്ല അല്ലെ? എസ് ഓഫ് ബി ആണെങ്കിൽ ബിന്ദു ഈസ് സ്പോർട്സ്മാൻ അല്ലെ? അപ്പൊ അതായത് ഇതിനനുസരിച്ചിട്ട് നമ്മളിവിടെ കൊടുത്തു. അപ്പം ഏത് വാല്യൂ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളത് ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് വാല്യൂ, അതായത് എക്സ് എന്ന് പറയുന്നത് ഇവിടെ വേരിയബിൾ ആണ്. അപ്പൊ ഇവിടെ ജോൺ എന്നാ കൊടുത്തിട്ടുണ്ടെങ്കിൽ ജോൺ ഈസ് സ്പോർട്സ്മാൻ. എന്താണോ നമ്മൾ എക്സിന് കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ എടുക്കുന്നതെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നെഗേഷൻ ഓഫ് എസ് ഓഫ് ജെ നമുക്ക് ഇങ്ങനെ പറയാം, നെഗേഷൻ ആണ് അല്ലെ? എസ് ഓഫ് ജെ എന്ന് പറയുന്നത് എന്താണ്? ജോൺ ഈസ് സ്പോർട്സ്മാൻ. അതിന് നമ്മൾ നെഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയാ? ഇപ്പൊ നമ്മൾ എസ് ഓഫ് ജെ എന്ന് പറയുന്നത് ജോൺ ഒരു സ്പോർട്സ്മാൻ ആണെന്നാ പറഞ്ഞേ അല്ലെ? അങ്ങനെ അല്ലാന്ന് എങ്ങനെ പറയും? ജോൺ ഈസ് നോട്ട് എ സ്പോർട്സ്മാൻ അല്ലെ? ജോൺ ഈസ് നോട്ട് എ സ്പോർട്സ്മാൻ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ സ്റ്റേറ്റ്മെന്റിന് നമുക്ക് നെഗേറ്റ് ചെയ്യാം. എങ്ങനെ കൊടുക്കാം നമുക്ക്? ജോൺ ഈസ് നോട്ട് സ്പോർട്സ്മാൻ അല്ലെ? ജോൺ ഈസ് നോട്ട് സ്പോർട്സ്മാൻ. അതായത് തന്നിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റിന് നമ്മൾ എന്താ ചെയ്തത്? ഇവിടെ നെഗേറ്റ് ചെയ്യുക ചെയ്തത്. ഓക്കെ, ഞാൻ വേറൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് പി ഓഫ് എക്സ്, എക്സ് ഈസ് പൊളിറ്റീഷ്യൻ. എക്സ് ഈസ് പൊളിറ്റീഷ്യൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എസ് ഓഫ് എക്സ് ഇവിടെ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, എക്സ് ഈസ് പൊളിറ്റീഷ്യൻ. അങ്ങനെയാണെങ്കിൽ എസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ഈസ് സ്പോർട്സ്മാനും പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ഈസ് പൊളിറ്റീഷ്യൻ ഒന്നിച്ചിട്ടെ. ഇത് നമുക്ക് വേണ്ടല്ലോ, ഇത് ക്ലിയർ ആയി വിചാരിക്കുന്നത്. എസ് ഓഫ് ജെ എന്ന് പറയുന്നത് ജോൺ ഈസ് സ്പോർട്സ്മാൻ ആണെങ്കിൽ നെഗേഷൻ ഓഫ് എസ് ഓഫ് ജെ എന്ന് പറയാ? ജോൺ ഈസ് നോട്ട് സ്പോർട്സ്മാൻ അല്ലെ? അതായത് നമ്മൾ എന്താണോ കൊടുത്തിരിക്കുന്നത് അതിനെ നമ്മൾ നെഗേറ്റ് ചെയ്യാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇത് രണ്ടും ഒന്നിച്ച് എഴുതട്ടെ. ഞാനൊരു വേറൊരു സ്റ്റേറ്റ്മെന്റ് പറയാൻ വേണ്ടിയിട്ടാണ്. പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ? എക്സ് ഈസ് പൊളിറ്റീഷ്യൻ. അങ്ങനെയാണെങ്കിൽ
എസ് ഓഫ് എക്സ് യൂണിയൻ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഓർ ആണ് അല്ലേ? ഓർ ഓപ്പറേഷൻ, അതായത് ഡിസ്റ്റൻഷൻ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. എസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ഈസ് സ്പോർട്സ്മാൻ. പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ഈസ് പൊളിറ്റീഷ്യൻ. അപ്പൊ നമ്മൾ ഇവിടെ ഓർ ഓപ്പറേറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ നമ്മൾ പറയുന്നത്? എക്സ് ഈസ് സ്പോർട്സ്മാൻ ഓർ എക്സ് ഈസ് പൊളിറ്റീഷ്യൻ അല്ലെ? അതാണ് ശരിക്കും വരുന്നത്. അപ്പൊ നമുക്ക് അതിനെ നമ്മൾ സാധാരണ ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെ വരും? എക്സ് ഈസ് ഐദർ സ്പോർട്സ്മാൻ ഓർ എ പൊളിറ്റീഷ്യൻ അല്ലെ? ഓർ എ പൊളിറ്റീഷ്യൻ. അതായത് ഒന്നുമില്ല, നമ്മൾ ഈ രണ്ട് സെന്റൻസ് നമ്മൾ കമ്പൈൻ ചെയ്യുന്നു ഓർ ഓപ്പറേഷൻ വെച്ചിട്ട്. എക്സ് ഈസ് സ്പോർട്സ്മാൻ ഓർ എക്സ് ഈസ് പൊളിറ്റീഷ്യൻ. അപ്പൊ നമ്മൾ എക്സ് എക്സ് എന്ന് പറഞ്ഞിട്ട് രണ്ടോട്ടം പറയുന്നതിന് പകരം നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് നല്ല സെന്റൻസ് ആയിട്ട് എഴുതുന്നു. എക്സ് ഈസ് ഐദർ സ്പോർട്സ്മാൻ ഓർ എ പൊളിറ്റീഷ്യൻ. ഒന്നുകിൽ സ്പോർട്സ്മാൻ ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ്? പൊളിറ്റീഷ്യൻ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ പി ഓഫ് എക്സ് എക്സ് ഓഫ് എക്സ് അല്ലെ? നമ്മൾ ഇംപ്ലിക്കേഷൻ ആണ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്താ പറയാ? അതായത് ഇംപ്ലിക്കേഷൻ എന്താ, ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് എ ഇംപ്ലിക്കേഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? ഈഫ് എ ദെൻ ബി ആണ് അല്ലെ? ഈഫ് എ ദെൻ ബി. എ ആണെങ്കിൽ ബി ആണ്. ഈഫ് എ ദെൻ ബി. ഈഫ് എ ആണെങ്കിൽ മാത്രമേ ബി ആവുള്ളൂ അല്ലെ? ഇത് ട്രൂ ആണെങ്കിൽ മാത്രം ഇത് ട്രൂ ആവുള്ളൂ. അപ്പൊ നമ്മള് ഇതെങ്ങനെ നമ്മൾ പറയാ സെന്റൻസ് ആക്കിയിട്ട്? അതായത് പി ഓഫ് എക്സ് ആണെങ്കിൽ എസ് ഓഫ് എക്സ് ആയിരിക്കും. എങ്ങനെ പറയാം നമുക്ക്? ഈ പി ഓഫ് എക്സ് then s of x അല്ലേ? ഈ p of x then s of x എന്ന് നമുക്ക് പറയാം അല്ലെ? ഈ p of x then of s of x. ഇവിടെ നമ്മൾ p of x എന്താ തന്നിട്ടുള്ളത്? p of x നമുക്ക് തന്നിട്ടുള്ളത് പൊളിറ്റീഷ്യൻ അല്ലെ? പൊളിറ്റീഷ്യൻ എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ സെന്റൻസ് നമുക്ക് എങ്ങനെ മാറ്റാം? if x is a politician, X is a politician, then sportsman. Then a sportsman. അല്ലെ? ഇംപ്ലിക്കേഷനകത്ത് വരുന്നത് എങ്ങനെയാന്ന് നമ്മൾ പറഞ്ഞു. പി ഓഫ് എക്സ് ഇംപ്ലിക്കേഷൻ എസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പി ഓഫ് എക്സ് then എസ് ഓഫ് എക്സ്. അതാണ് നമ്മൾ ഇംപ്ലിക്കേഷന്റെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? എ ഇംപ്ലൈസ് ബി നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഈഫ് എ then ബി. അതാണ്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? സെന്റൻസിലേക്ക് കൊണ്ടുവരുന്നു. ഈ പി ഓഫ് എക്സ് then എസ് ഓഫ് എക്സ്. പക്ഷെ ഇങ്ങനെ എഴുതാൻ പാടില്ല. പി ഓഫ് എക്സ് നമുക്ക് തന്നിട്ടുണ്ട് എക്സ് ഈസ് പൊളിറ്റീഷ്യൻ. എസ് ഓഫ് എക്സ് നമുക്ക് തന്നിട്ടുണ്ട് എക്സ് ഈസ് സ്പോർട്സ്മാൻ. അപ്പൊ ആ രണ്ട് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഈഫ് എക്സ് ഈസ് എ പൊളിറ്റീഷ്യൻ, ഈഫ് എക്സ് ഈസ് എ പൊളിറ്റീഷ്യൻ then എ സ്പോർട്സ്മാൻ അല്ലെ? എക്സ് പൊളിറ്റീഷ്യൻ ആണെങ്കിൽ അയാൾ എന്തുമാണ്? സ്പോർട്സ്മാനുമാണ് അല്ലെ? നമ്മൾ റിയൽ ലൈഫിലുമായിട്ട് അതൊന്നും കമ്പയർ ചെയ്യുന്നു വേണ്ട. എല്ലാ പൊളിറ്റീഷ്യന്മാരും സ്പോർട്സ്മാൻ ആണോ? അങ്ങനെ അല്ലല്ലോ എന്നല്ല, അങ്ങനെ ചിന്തിക്കണ്ട. നമ്മൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അനുസരിച്ചിട്ട് നമുക്ക് വാലിഡ് ആണോ, ലോജിക്കലി വാലിഡ് ആണോ എന്ന് നോക്കിയാൽ മതി. അതല്ലാതെ നമ്മൾ റിയൽ ലൈഫിൽ അത് ട്രൂ ആണോ നോക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ആൻസർ തരും അല്ലെ? എല്ലാ പൊളിറ്റീഷ്യന്മാരും സ്പോർട്സ്മാൻമാരും ഒന്നല്ല അല്ലെ? അപ്പൊ ഇതിനെ നമുക്ക് ഇങ്ങനെ കൺവേർട്ട് ചെയ്യാം. ഇതിൽ കൺഫ്യൂഷൻ ഇല്ലാന്ന് വിചാരിക്കുന്നത്. എസ് ഓഫ് എക്സ് യൂണിയൻ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാല് എസ് ഓഫ് എക്സ് ഓർ പി ഓഫ് എക്സ് അല്ലെ? അതായത് X is a sportsman or politician. അത് നമ്മൾ സെന്റൻസിലേക്ക് വരുമ്പോൾ X is either a sportsman or a politician. P of X implication S of X കൊടുത്തു കഴിഞ്ഞാൽ എന്താ? ഈ P of X then S of X അല്ലേ? If X is a politician then he is a sportsman. ഇതിന്റെ ആ ബേസിക് ഒന്ന് മനസ്സിലാക്കി എടുക്കുകയേ വേണ്ടു. ബാക്കി നമുക്ക് ഏത് സെന്റൻസ് കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് പെട്ടെന്ന് കിട്ടും. ഇതിനെ ഇതുപോലെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. നെഗേഷൻ കൊടുക്കുക, അതുപോലെ തന്നെ ഇപ്പം പറഞ്ഞ യൂണിയൻ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഇന്റർസെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് വരും? ബോത്ത് അല്ലെ? അത് പൊളിറ്റീഷ്യനും സ്പോർട്സ്മാനും ആണെന്ന് വരും അല്ലെ? അപ്പൊ അതുപോലെ തന്നെ ഇംപ്ലിക്കേഷൻ ആണെങ്കിൽ എങ്ങനെ വരും? അത് നമ്മൾ എങ്ങനെ സെന്റൻസ് അത് കുറേ എണ്ണം ചെയ്ത് പഠിക്കൊന്നും വേണ്ട. ഒരെണ്ണം നമ്മൾ മനസ്സിലെത്തിയിട്ട് അത് എങ്ങനെ വരുന്നു എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ബാക്കി എല്ലാ സെന്റൻസും നമുക്ക് കിട്ടും. കിട്ടൂല എന്ന് തോന്നുവാണെങ്കിലും നമുക്ക് എക്സാമിന് അത് കിട്ടും. നെക്സ്റ്റ് വരുന്നത് യൂണിവേഴ്സ് ഓഫ് ഡിസ്കോഴ്സ്. യൂണിവേഴ്സ് ഓഫ് ഡിസ്കോഴ്സ് അങ്ങനെ എഴുതാം.
universe of discourse of a predicate variable is the set of all possible values, may be substituted in place of variables. അല്ലെ, യൂണിവേഴ്സൽ ഡിസ്കോഴ്സ് എന്താ പറയുന്നത്? യൂണിവേഴ്സ് ഓഫ് ഡിസ്കോഴ്സ് of a predicate variable is the set of all possible values may be substituted in place of variable. എന്താ പറയുന്നത്? predicate variable is the set of all possible values. Set of all possible values may be substituted in place of variable. ആ വേരിയബിളിൽ നമ്മൾ കൊടുക്കാൻ ചാൻസ് ഉള്ള എല്ലാ വാല്യൂസിന്റെയും സെറ്റ് അല്ലെ, അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? യൂണിവേഴ്സ് അല്ലെ. നമ്മൾ യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പണ്ട് സെറ്റ് എന്ന് പറഞ്ഞിട്ടില്ലേ വെൻഡാഗ്രമെല്ലാം വരക്കുന്ന ആ സമയത്ത് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ അല്ലെ. അപ്പൊ നമുക്കിവിടെ യൂണിവേഴ്സ് എന്താണ്, പെർട്ടിക്കുലർ എന്താന്നൊക്കെയാണ് നമുക്ക് ഇവിടെ കാര്യമായിട്ട് വരുന്നത്. അപ്പൊ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ വാല്യൂസ് മേ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇൻ പ്ലേസ് ഓഫ് വേരിയബിൾ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂണിവേഴ്സ് ഓഫ് ഡിസ്കോഴ്സ് എന്ന് പറയുന്നത്. all the students എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ all the students in the ക്ലാസ് അല്ലെ. ഒരു ക്ലാസ്സിലെ കാര്യം പറയുകയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് ഒരു കുട്ടിയാണെങ്കിൽ ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും അല്ലെ, ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ആയാൽ എന്തായി? ആ ക്ലാസ് എന്ന് പറയുന്ന യൂണിവേഴ്സ് ആയി അല്ലെ. ആ ക്ലാസ് അതിൻ്റെ അകത്തുള്ള എല്ലാ കുട്ടികളും കിട്ടും. all the students in the class അല്ലെ. അതിനപ്പുറത്തേക്ക് ഒരു വാല്യൂ, എക്സിന് ഒരു വാല്യൂ അതിനകത്ത് വരാനില്ല. നെക്സ്റ്റ് വരുന്നത് ഇമ്പോർട്ടന്റ് ആണ്, ക്വാണ്ടിഫയേഴ്സ്. Quantifiers refers to quantity. Example, some or all, and indicates how frequently a certain statement is true. Quantifiers are divided into two types. First one, universal quantifier. Second one, existential quantifier. അല്ലെ. ക്വാണ്ടിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? റെഫർ ടു എ ക്വാണ്ടിറ്റി അല്ലെ. സം ഓർ ഓൾ അല്ലെ. സം എന്ന് പറഞ്ഞാൽ എന്തായി? കുറച്ച്. ഓൾ എന്ന് പറഞ്ഞാൽ എന്തായി? മൊത്തമായി അല്ലെ, യൂണിവേഴ്സ് ആയി അല്ലെ. അതായത് സം എന്ന് പറയുന്നത് കുറച്ചാണ്, ഓൾ എന്ന് പറയുന്നത് അത് ഹോൾ ആയിട്ടുള്ള വാല്യൂ അല്ലെ, ഫുൾ ആയിട്ടുള്ള അതിൻ്റെ അകത്തുള്ള എല്ലാ കംപ്ലീറ്റ് വാല്യൂസിനും ഹോൾ യൂണിവേഴ്സ് ആണല്ലേ. And you indicate how frequently a certain statement is true. Quantifiers are divided into two types, universal quantifier and existential quantifier. അപ്പോൾ ഇതിനകത്ത് ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ഈ യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ,
അതെങ്ങനെ നമ്മൾ സ്റ്റേറ്റ്മെന്റിന്റെ അകത്തേക്ക് വരുന്നു, അതുപോലെ തന്നെ എന്താണ് എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ, അതെങ്ങനെയാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റിനകത്ത് വരുന്നത്, എങ്ങനെ മനസ്സിലാക്കാം, നമുക്കത് എങ്ങനെ എഴുതാം അല്ലെ. എഴുതുന്നതും പ്രത്യേകതയാണ്, നമുക്ക് ഇതുവരെ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല അത്. നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ. യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ എഴുതാം. ലെറ്റ് P of x be a statement defined on universe of discourse A, then universal quantification of a predicate P of x is the statement for all values x belongs to A, P of x is true. എന്താ യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ എന്ന് പറയുന്നത്? ലെറ്റ് P of x be a statement defined on universe of discourse A, then universal quantification of a predicate P of x is the statement for all values of x belongs to A, P of x is true. അതായത് എക്സിന് നമ്മൾ ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും, എങ്ങനെയുള്ള വാല്യൂസ്, എയിൽ ഉൾപ്പെട്ട അല്ലെ, യൂണിവേഴ്സ് ഓഫ് ഡിസ്കോഴ്സ് എയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏത് വാല്യൂ ഓഫ് എക്സിനും P of x എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. ഫോർ ഓൾ വാല്യൂസ് ഓഫ് എക്സ് ബിലോങ്സ് ടു എ, P of x is true. അതാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ പറഞ്ഞു ഫോർ ഓൾ, ഇതൊന്നുകൂടി പറയാം, എന്നിട്ട് നമുക്ക് ഇത് വായിക്കാൻ വേണ്ടിയിട്ടാണ്. യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ എന്ന് പറഞ്ഞാൽ എന്താ? ലെറ്റ് P of x be a statement defined on universe of discourse A, അല്ലെ, universe of discourse A. Then universal quantification of a predicate P of x is the statement for all values of x belongs to A. എയിലുള്ള എല്ലാ വാല്യൂസിനും, എക്സ് ആയിട്ടുള്ള എക്സിന്റെ എയിലുള്ള എല്ലാ എക്സ് വാല്യൂസിനും P of x ട്രൂ ആയിരിക്കും. എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിഫറെന്റ് വാല്യൂസ്. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു, നമ്മൾ ഒരു ക്ലാസ്സിൽ ഒരു 30 കുട്ടികളുണ്ടെങ്കിൽ ആ 30 കുട്ടികൾക്കും എന്തായിരിക്കും? ട്രൂ ആയിരിക്കും അല്ലെ. 30 കുട്ടികൾക്കും ട്രൂ ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, എക്സാം ഉണ്ട് എന്ന് പറയുന്നത് അല്ലെ. ആ ഒരു ക്ലാസ്സിൽ എക്സാം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഒന്നാമത്തെ കുട്ടിക്കും രണ്ടാമത്തെ കുട്ടിക്കും മൂന്നാമത്തെ കുട്ടിക്കും, അതായത് 30 കുട്ടിക്കും അത് ബാധകമാണ് അല്ലെ. അതെല്ലാവർക്കും ട്രൂ ആണ് എക്സാം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. അത് ഞാനൊരു എക്സാമ്പിൾ വെറുതെ പറഞ്ഞാണ്, ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ എല്ലാ വാല്യൂസിനും നല്ലത് പറയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് ഞാനിപ്പോ നമ്മൾ എഴുതിയ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടി ഞാൻ എഴുതട്ടെ. ഫോർ ഓൾ values x belongs to A, P of x is true അല്ലെ. ഇതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ ഡിഫറെന്റ് തരത്തിൽ നമുക്ക് ഡിനോട്ട് ചെയ്യാനാണ് പറയുന്നത്. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫോർ ഓൾ x belongs to A, P of x ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഇതിന്റെ മീനിങ് എന്താണ്? ഫോർ ഓൾ വാല്യൂസ് ഓഫ് എക്സ് ബിലോങ്സ് ടു എ, P of x is true. അതിന് നമ്മൾ സിമ്പിൾ ഫോർമാറ്റിലേക്ക് മാറ്റുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഓക്കെ, ഫോർ ഓൾ എക്സ് അല്ലെ. ഫോർ ഓൾ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സിന് സ്വീകരിക്കാൻ പറ്റുന്ന എല്ലാ വാല്യൂസും. എങ്ങനെയുള്ള വാല്യൂസ് ആണ് എടുത്തിട്ടുള്ളത്? യൂണിവേഴ്സ് ഓഫ് ഡിസ്കോഴ്സ് എയിലുള്ള അല്ലെ, യൂണിവേഴ്സ് ഓഫ് ഡിസ്കോഴ്സ് എയിലുള്ള എല്ലാ എക്സ് വാല്യൂസിനും എന്തായിരിക്കും? P of x ട്രൂ ആയിരിക്കും. അതായത് ഈ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ സിമ്പിൾ ഫോർമാറ്റിലേക്ക് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? P of x ഫോർ ഓൾ എക്സ് ബിലോങ് ടു എ എന്ന് എഴുതാം അല്ലെ. മൂന്നാമത്തേത് ഫോർ ഓൾ എക്സ് P of x എഴുതാം. അതേപോലെ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? P of x ഈസ് ട്രൂ ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എ എഴുതാം. ഓക്കെ, ഇതിൽ 7 വേണമെങ്കിൽ നമുക്ക് എഴുതാം.
പക്ഷെ ഇതിനകത്ത് നമുക്ക് കോമൺ ആയിട്ട് എക്സാമിനെല്ലാം വരുന്ന സമയത്ത് ഇതാണ് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത്. ബട്ട് ചിലപ്പോ നമുക്ക് അതിന് പകരം ഇതോ അല്ലെ ഇതോ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാവാണ്ടായി പോകാൻ പാടില്ല. നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റിന് നമ്മൾ സിമ്പിൾ ഫോമാറ്റിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് ഡിനോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ റിപ്രസെന്റ് ചെയ്യാം. പക്ഷെങ്കിൽ മിക്കവാറും ക്വസ്റ്റിനകത്ത് ഈ ഒരു ഫോമാറ്റ് ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ എക്സാം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് മനസ്സിലാവും ഇതാണ് ഉണ്ടാവുക എന്നുള്ളത്. പക്ഷെങ്കിൽ അതിന് പകരം വേറെ ഏത് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവാണ്ടായി പോകാൻ പാടില്ല അല്ലേ. എന്തേ പറഞ്ഞുള്ളൂ നമ്മളിവിടെ ഫോർ ഓൾ എക്സ് അല്ലെ, ഫോർ ഓൾ എന്നില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നുണ്ടല്ലേ, ഫോർ ഓൾ എന്നില്ലെങ്കിൽ ഇങ്ങനെയും വേറെ എക്സിസ്റ്റ് എന്നില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയും പണ്ടേ നമ്മൾ മാത്സിന്റെ അകത്ത് യൂസ് ചെയ്യുന്ന സിമ്പിൾ ആണ് അല്ലേ. അത് തന്നെ നമ്മൾ ഇവിടെയും പറഞ്ഞിട്ടുള്ളൂ, ഫോർ ഓളും വേറെ എക്സിസ്റ്റും. ഇനി വേറെ എക്സിസ്റ്റ് നമ്മൾ അടുത്തതിന്റെ അകത്ത് എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയറിന്റെ അകത്ത് വരാൻ പോകുന്നത്രേ. ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എ, എക്സിന്റെ സ്വീകരിക്കാൻ പറ്റുന്ന എല്ലാ വാല്യൂസിനും. എങ്ങനെയുള്ള വാല്യൂസ് ആണ് എക്സിൽ ഉണ്ടാവുക? എ എന്ന് പറയുന്ന യൂണിവേഴ്സ് ഓഫ് ഡിസ്കോഴ്സിനകത്തുള്ള എല്ലാ വാല്യൂസ് അല്ലെ. അതെന്തായിരിക്കും? പി ഓഫ് എക്സ് ട്രൂ ആയിരിക്കും. അല്ലെ നമുക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എ, പി ഓഫ് എക്സ് ഈസ് ട്രൂ ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എ അല്ലെ. അല്ലെങ്കിൽ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ഈസ് ട്രൂ അല്ലെ. അങ്ങനെ വേണമെങ്കിലും നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് തന്നു കഴിഞ്ഞാല് അത് നമ്മൾ ഈ യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ ആണോ നമുക്ക് എങ്ങനെ മനസ്സിലാവും അല്ലെ. അങ്ങനെ മനസ്സിലാവാൻ വേണ്ടി നമ്മൾ അതിനകത്ത് ഫോർ ഓൾ ആണെങ്കിൽ, അതായത് ഫോർ ഓൾ എന്ന് പറയുന്നത് നമ്മൾ ഏതിനാ നമ്മൾ യൂസ് ചെയ്യുന്നത്? യൂണിവേഴ്സൽ ക്വാണ്ടിഫയറിന്. അങ്ങനെ യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ ആണോ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് പറയാം. ഒന്നുകിൽ ഫോർ ഓൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഗിവൺ എനി, അല്ലെങ്കിൽ എവരി വൺ, അല്ലെങ്കിൽ ഫോർ ഈച്ച്, അല്ലെങ്കിൽ ഫോർ വൺ, അല്ലെ ഫോർ ആർബിട്രേഷൻ അല്ലെ. ഇങ്ങനെയുള്ളതൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെ എക്സെട്ര, ഇങ്ങനെയുള്ളതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ മനസ്സിലാവും? ഇത് ഫോർ ഓളിന്റെ അകത്ത് വരുന്നതാണല്ലേ. അതായത് ഫോർ ഓൾ, അതായത് യൂണിവേഴ്സൽ ക്വാണ്ടിഫയറിന്റെ അകത്ത് വരുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനകത്ത് ഇങ്ങനെയുള്ള വേർഡ് ഉണ്ടോ എന്ന് നോക്കുമ്പോൾ തന്നെ അത് യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ ആണെന്ന് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അത് ഇതൊന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. ഇപ്പൊ ഫോർ ഓൾ വാല്യൂസ് എക്സ് ബിലോങ്സ് ടു എ, പി ഓഫ് എക്സ് ഈസ് ട്രൂ എന്നല്ലെങ്കിൽ നമുക്ക് ഡിഫറെന്റ് ടൈപ്പിൽ നമ്മൾ ഡിനോട്ട് ചെയ്യാനും വേണ്ടി പഠിച്ചു. ഇനി നമ്മൾ പറയുന്നത് എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ. ഞാൻ ഒന്നും രണ്ടാമത് പറയുന്നില്ല, ഡൗട്ട് ഉണ്ടെങ്കിൽ കുറച്ച് ബാക്കോട്ട് ആക്കിയിട്ട് ഒന്നുകൂടി കാണണം. എക്സിസ്റ്റൻഷ്യൽ quantifier. Let P of x be propositional function defined on set A, then existential quantifier of a predicate P of x is the statement P of x is the statement. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയറിനകത്ത് എങ്ങനെ പറയാം? there exists അല്ലേ, there exist ആണെങ്കിൽ നമ്മൾ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ ആയിരിക്കും. ഫോർ ഓൾ ആണെങ്കിൽ അത് എന്തായിരിക്കും? യൂണിവേഴ്സൽ ആയിരിക്കും അല്ലേ. there exists at least one value x in A, comma P of x is true അല്ലേ. അപ്പൊ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ എന്താ പറയുന്നത്? let P of x be propositional function defined on set A, then existential quantifier of a predicate P of x is the statement there exists അല്ലേ, there exists at least one value x in A. എയിലെ എല്ലാ വാല്യൂസിനും അല്ല പറയുന്നത് അല്ലേ,
ചിലപ്പോ എല്ലാ വാല്യൂസിനെ ആയിരിക്കും. പക്ഷെ എന്താ പറയുന്നത്, there exists at least one value x in a, p of x is true അല്ലേ? അങ്ങനെ ഒരു വാല്യൂ എങ്കിലും ബിലോങ് ചെയ്യുന്ന അറ്റ്ലീസ്റ്റ് ഒരു എക്സ് വാല്യൂ എങ്കിലും എന്തായിരിക്കും, p of x is true അല്ലേ? there exists. അപ്പൊ നമ്മള് യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ ആണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞേ, ഫോർ ഓൾ വാല്യൂസ് x belongs to a, p of x is true. അത് എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയറിനകത്തേക്ക് വരുമ്പോ എന്തായി, there exists at least one value x in a, p of x is true അല്ലേ? അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കാം. അപ്പൊ ഇത് ഞാനിപ്പോ ലാസ്റ്റ് ഒരു സെന്റൻസ് നമുക്ക് ഒന്നുകൂടി എഴുതാം. there exists at least one value x in a, p of x is true. ഇത് എങ്ങനെ നമുക്ക് ഡിനോട്ട് ചെയ്യാം? നേരത്തെ നമ്മൾ പറയുന്ന പോലെയാണെങ്കിൽ ഡിഫറെന്റ് ടൈപ്പിൽ നമുക്ക് ഡിനോട്ട് ചെയ്യാം. അതെല്ലാം ഒന്ന് നോക്കി നോക്കണം. പക്ഷെ അതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ടൈപ്പാണ് സാധാരണ എപ്പോഴും ചോദിക്കരുത്. പക്ഷെ എങ്കിൽ മാറി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാണ്ടായി പോകാൻ പാടില്ല എന്ന് വെച്ചിട്ട് നമുക്ക് എല്ലാം പറയാം. ഓക്കെ, there exists അല്ലെ, ഇത് നമ്മൾ സിമ്പിൾ there existന്റെ സിമ്പിൾ ആണ് അല്ലെ, നമ്മൾ മാത്സിൽ അത് പണ്ടേ യൂസ് ചെയ്യും. there exists x belongs to a, p of x. there exists അല്ലെ, അതായത് there exists at least one value x belongs to a. a ബിലോങ് ചെയ്യുന്ന അറ്റ്ലീസ്റ്റ് ഒരു വാല്യൂ എങ്ങനെ ഉണ്ടാവും, എങ്ങനെ, p of x is true. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, p of x, there exists x belongs to a. അല്ലെങ്കിൽ എങ്ങനെ പറയാ, there exists x, p of x. ഇതാണ് സാധാരണ നമ്മൾ കോമൺലി കാണുന്നത്. നാലാമത്തെ എങ്ങനെ പറയാം നമുക്ക്, p of x is true for some x അല്ലെ, for some x. എല്ലാത്തിനും നമ്മൾ പറയുന്നില്ല, some x കുറച്ച് തന്നിട്ടില്ല, element of a അല്ലെ. അപ്പൊ there exists at least one value x in a, p of x is true. ആ സ്റ്റേറ്റ്മെന്റിന് നമ്മൾ സിമ്പിൾ ഫോർമാറ്റിലേക്ക് വരുത്തുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ there exists ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഏതിനകത്താണെങ്കിൽ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയറിനകത്താണെങ്കിൽ. അപ്പൊ there exists ആണ് നമ്മൾ എല്ലാത്തിനകത്തും യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇപ്പൊ സെന്റൻസിന്റെ അകത്താന്ന് വരുന്നുണ്ടെങ്കിൽ എന്താ, for some അല്ലെ, for some. അപ്പൊ അവിടെ അങ്ങനെ യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഡിനോട്ടേഷനിലേക്ക് നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും. ബട്ട് നമ്മൾ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് മിക്ക സ്ഥലത്തും കണ്ടിരിക്കുന്നത് ഈ മൂന്നാമത്തെ ഫോർമാറ്റ് ആണ്, there exists x, p of x. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കുക. അപ്പൊ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് തന്നു കഴിഞ്ഞാൽ അത് എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ ആണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് പിന്നെ പഠിച്ചു നോക്കാം. അറ്റ്ലീസ്റ്റ് വൺ, ഫോർ സം, അതുപോലെ തന്നെ there exists one അല്ലെ. ഇതൊക്കെ ഒന്ന് ഓർമ്മിച്ചു വെക്കും. അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താ വരുക, there exists ആണ് വരുക. നേരത്തെ നമ്മൾ ഫോർ ഓൾ ആണെന്നുള്ളതിന് കുറച്ചെണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ there exists ആണെങ്കിൽ വരുന്നതിന് കുറച്ച് വേർഡാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതാണ് നമ്മൾ ക്വാണ്ടിഫയേഴ്സിന്റെ അകത്ത് വരുന്ന യൂണിവേഴ്സൽ ക്വാണ്ടിഫയറും അതുപോലെ തന്നെ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയറും. അപ്പൊ നമുക്ക് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഡെഫിനിഷൻ തിയറി മാത്രമേ ആയിട്ടുള്ളൂ. നമുക്ക് ഇത് ഒന്ന് രണ്ട് എക്സാമ്പിൾ വെച്ചിട്ട് 2-3 ഓക്കെ, അതെങ്ങനെ വരുന്നു നമുക്കൊന്ന് നോക്കാം. അത് പറയുമ്പോഴത്തേക്ക് ക്ലിയർ ആവും. അത് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പിന്നെ കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് ക്ലിയർ ആവും. തന്നിരിക്കുന്നത് for all x of x union p of x അല്ലെ, ഒന്നാമത്തെ ആണ് പറയുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എസ് ഓഫ് എക്സ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. എസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എന്താ പറഞ്ഞേ, എക്സ് ഈസ് സ്പോർട്സ്മാൻ. അതുപോലെ തന്നെ പി ഓഫ് എക്സ് നമ്മൾ എന്താ പറഞ്ഞേ, എക്സ് ഈസ് പൊളിറ്റീഷ്യൻ. ആ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, പൊളിറ്റീഷ്യൻ. അങ്ങനെയാണെങ്കിൽ ഫോർ ഓൾ എക്സ് എസ് ഓഫ് എക്സ് യൂണിയൻ പി ഓഫ് എക്സ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ ഇതിനെ മാറ്റാം? ഞാൻ ആദ്യം മാറ്റാം, എവരി വൺ ഈസ് എവരി വൺ അല്ലെ, എവരി വൺ ഫോർ ഓൾ എക്സ് വന്നുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ എവരി വൺ ഈസ് ഐദർ സ്പോർട്സ്മാൻ
or politician. മനസ്സിലാക്കി തരാം ഇതെങ്ങനെ വരുന്നതെന്നുള്ളത്. അതായത് ഫോർ ഓൾ എക്സ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലേ അല്ലേ? അപ്പൊ അവിടെ എവരി വൺ തന്നെ എഴുതുന്നുണ്ടോ? ഫോർ ഓളോ അല്ലെങ്കിൽ വേറെ നമ്മളെ ഫോർ ഓളെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു വാല്യൂ എഴുതിയാൽ മതി. അപ്പൊ ഞാനിവിടെ എവരി വൺ കൊടുത്തു അല്ലേ? ഫോർ ഓൾ എക്സ് എവരി വൺ ഈസ് എസ് ഓഫ് എക്സ് യൂണിയൻ പി ഓഫ് എക്സ് ആണ്. ഒന്നുകിൽ സ്പോർട്സ്മാനോ അല്ലെങ്കിൽ പൊളിറ്റീഷ്യനോ ആണെന്ന് പറയുന്നത് അല്ലേ? എക്സ് സ്പോർട്സ്മാൻ ഓർ പൊളിറ്റീഷ്യൻ എന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഐദർ സ്പോർട്സ്മാൻ ഓർ പൊളിറ്റീഷ്യൻ അല്ലേ? എസ് ഓഫ് എക്സ് യൂണിയൻ പി ഓഫ് എക്സ് എങ്ങനെ എഴുതാം നമുക്ക്? ഐദർ സ്പോർട്സ്മാൻ ഓർ പൊളിറ്റീഷ്യൻ. ഒന്നുകിൽ സ്പോർട്സ്മാൻ ആണ് അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻ ആണ്. അതാണ് ഇത് വന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ ആണ് ഇവിടെ വന്നിട്ടുള്ളത് അല്ലേ? ഫോർ ഓൾ എക്സ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എന്ത് കൊടുത്തിട്ടുള്ളത്? എവരി വൺ. അങ്ങനെയാകുന്ന സമയത്ത് നമ്മൾ ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് എന്തായി? എവരി വൺ മീൻസ് ഐദർ സ്പോർട്സ്മാൻ ഓർ പൊളിറ്റീഷ്യൻ. ക്ലിയർ ആയി വിചാരിക്കുന്നു. ഇതിന്റെ അകത്ത് യാതൊരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല. നമ്മൾ തന്നിരിക്കുന്ന സിമ്പിളിന് അതേപോലെ നമ്മൾ സെന്റൻസിലേക്ക് മാറ്റുന്നു. ഫോർ ഓൾ എക്സ് വന്നു എവരി വൺ അല്ലെ? എവരി വൺ അല്ലെങ്കിൽ നമുക്ക് വേറെ ഏത് ഫോർ ഓൾ എക്സ് വരുന്ന ഏത് വാല്യൂസ് നമുക്ക് യൂസ് ചെയ്യാം അല്ലെ? കുറെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഐദർ സ്പോർട്സ്മാൻ ഓർ പൊളിറ്റീഷ്യൻ എങ്ങനെ വന്നു? എസ് ഓഫ് എക്സ് യൂണിയൻ പി ഓഫ് എക്സ് ആണ്. എക്സ് ഇസ് സ്പോർട്സ്മാൻ ഓർ എക്സ് ഇസ് പൊളിറ്റീഷ്യൻ. അപ്പൊ അതിനെ നമ്മൾ സെന്റൻസ് ആക്കുന്ന സമയത്ത് ഐദർ സ്പോർട്സ്മാൻ ഓർ പൊളിറ്റീഷ്യൻ വന്നു. അപ്പൊ അങ്ങനെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. രണ്ടാമത്തെ നോക്കാം നമുക്ക്. there existed s of x intersection p of x. നമ്മളിവിടെ എന്താ പറയുന്നത്? there exist ആണല്ലേ? there exist വരുമ്പോ നമ്മൾ എവരി വൺ വരൂല അല്ലെ? ഫോർ ഓൾ വരൂല. there exist എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ച് പേരാണല്ലേ there exist. കുറച്ച് some person അല്ലെ? some persons are sportsman and politician. sportsman and politician. ഇവിടെ ഇന്റർസെക്ഷൻ അതായത് കൺജങ്ഷൻ വന്നതുകൊണ്ടാണ് and അല്ലെ? സ്പോർട്സ്മാനും ആണ് അതുപോലെ തന്നെ പൊളിറ്റീഷ്യനും ആണ്. persons are sportsman and politician. Okay. There exists s of x intersection p of x. Some persons are sportsman and politician. അപ്പൊ എന്തുകൊണ്ടാണ് സം വന്നിട്ടുള്ളത്? സം പേഴ്സൺ വന്നിട്ടുള്ളത്? ഇവിടെ നമുക്ക് എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ തന്നിട്ടുള്ളത്. there exist of x ആണ് തന്നിട്ടുള്ളത് അല്ലെ? ഇപ്പൊ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞില്ലേ യൂണിവേഴ്സൽ ക്വാണ്ടിഫയറിന്റെ കുറെ ഡിനോട്ടേഷനും എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയറിന്റെ ഡിനോട്ടേഷനും തന്നില്ല. അതിനകത്ത് നോക്ക് നമ്മൾ മൂന്നാമത്തെ അല്ലെ? രണ്ടിന്റെ അകത്തും വരുന്ന മൂന്നാമത്തേതാണ് ഞാൻ പറഞ്ഞു കോമൺലി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത്. അത് തന്നെ ഇവിടെ വന്നിരിക്കുന്നത് ഫോർ ഓൾ എക്സ് എസ് ഓഫ് എക്സ് അല്ലെ? ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ്. ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് എന്നല്ലേ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടായി? അതേപോലെ തന്നെ ഫോർ ഓൾ എക്സ് എസ് ഓഫ് എക്സ് യൂണിയൻ പി ഓഫ് എക്സ്. ഇതാണ് നമ്മളെ ഫോർമുല വരുന്നത്. there exists s of x intersection p of x. some persons are sportsman and politician. Okay. അടുത്ത ഒരെണ്ണം കൂടി നമുക്ക് നോക്കാം. ബോറടിച്ചു വരാം. ഇതും കൂടെ പറഞ്ഞിട്ടുണ്ട്. for all x p of x implication s of x അല്ലെ? for all x ആണ്. അതായത് എന്താണ്? യൂണിവേഴ്സൽ ആണ് അല്ലെ? for all തന്നെ കൊടുക്കണം എന്നൊന്നുമില്ല. നമുക്ക് ആ for all യൂസ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു വാക്ക് യൂസ് ചെയ്താൽ മതി. for all politicians are sportsmen. for all politicians അല്ലെ? if p of x then s of x. പൊളിറ്റീഷ്യൻ ആണെങ്കിൽ സ്പോർട്സ്മാൻ ആണല്ലേ? ഇംപ്ലിക്കേഷൻ അതാ പറയുന്നത്. if p of x then s of x. അപ്പൊ പൊളിറ്റീഷ്യൻ ആണെങ്കിൽ അവർ എന്ത് കൂടിയാണ്? സ്പോർട്സ്മാൻ ആണ് അല്ലെ? അപ്പൊ ഫോർ ഓൾ പൊളിറ്റീഷ്യൻസ് ആർ സ്പോർട്സ്മാൻ. അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊരിക്കലും നമ്മൾ റിയൽ ലൈഫിലായിട്ട് നമ്മൾ പിന്നെ നോക്കാൻ പാടില്ല. നമുക്ക് തന്നിരിക്കുന്നത് ലോജിക്കലി വാലിഡ് ആണോ, ലോജിക്കലി ഇത് കറക്റ്റ് ആണോ എന്ന് മാത്രമേ നമുക്ക് നോക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ. ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് implication s of x എങ്ങനെ നമ്മൾ വന്നേ? for all politicians are sportsmen. for all politicians are sportsmen വന്നു.
അപ്പൊ ഇത്ര വരെ പറഞ്ഞതിന്റെ അകത്ത് കൺഫ്യൂഷൻ ഇല്ലാന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് ക്വാണ്ടിഫയർ യൂണിവേഴ്സലും അതുപോലെ തന്നെ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയറും ഇമ്പോർട്ടന്റ് ആണ്. അത് ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ല. അത് ഇങ്ങനെ വരുക അല്ലെ, എത്ര സിമ്പിൾ ആണ്. നമുക്ക് മുന്നേ ആണെങ്കിൽ ഇങ്ങനത്തെ ഇതിന് ഒന്നോ രണ്ടോ അല്ല വരിക, കുറേ അടുപ്പിച്ചിട്ടാ വരിക. അപ്പൊ നമുക്ക് ഈ സിമ്പിൾ കാണുമ്പോ മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഓ ഇതൊന്നും നമുക്ക് കിട്ടാത്തതാന്ന് വെച്ചിട്ട് ഒഴിവാക്കി വിടും. പക്ഷെ എന്താ, സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ് അല്ലെ. നോക്കിയാട്ടെ നമ്മൾ എത്ര വേഗം നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പൊ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. എക്സാമിന് നമുക്ക് 1/2 മാർക്ക് എന്നെല്ലാം അല്ലെങ്കിൽ 1 മാർക്ക് എന്നെല്ലാം പറയുന്നത് ചില സമയത്ത് വളരെ വിലപ്പെട്ടതായിരിക്കും. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില സമയത്ത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ 1 മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് നെറ്റ് കിട്ടിയേനെ അല്ലെ. ആ 1 മാർക്ക് കൊണ്ട് ചിലപ്പോൾ നെറ്റ് നഷ്ടപ്പെട്ടേക്കാം. അപ്പൊ ആ സമയത്ത് നമുക്ക് ഈ ഒരു എണ്ണം എന്ന് പറയുന്നത് വളരെ വാല്യുബിൾ ആണ്. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതൊന്നും സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എന്താണ് ചെയ്യുക, എക്സാമിന് നന്നായിട്ട് എഴുതാനും വേണ്ടി നോക്കുക. ഇതൊക്കെ ഇതിനൊന്നും നമുക്ക് ഒരുപാട് ടൈമിന്റെ ആവശ്യമില്ല. നമുക്കിത് വായിച്ചു നോക്കുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, ഈ ഒരു സിമ്പിൾ നമുക്ക് വായിച്ചു നോക്കുന്ന ഒരു ടൈം മാത്രമേ നമുക്ക് വേണ്ടി വരുള്ളൂ. ഓക്കെ, അപ്പൊ മതിയാക്കാം എന്നാല്.